വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിനിധികളാണ്. എന്താണ് വ്യാപാരി സമൂഹത്തിന് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഈ ഒരു ടൗണ് രൂപപ്പെട്ട് അതിന് ചുറ്റുഭാഗത്താണല്ലോ ഒരുപടി ആളുകൾ താമസിക്കുക. ചൂരൽമല അങ്ങാടി ഉണ്ടായതിനു ശേഷം ആ മുണ്ടക്കൈ ഭാഗത്ത് ചൂരൽമല അങ്ങാടിയിലും ഏകദേശം 100ഓളം കച്ചവടക്കാർ ഓൾറെഡി അവിടെ കച്ചവടം ചെയ്തു വരുന്നുണ്ട്. ഒരുപാട് വീടുകളാണ് നഷ്ടപ്പെട്ടത്. ഈ ടൗണിലെ ഏകദേശം 68ഓളം വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതായി. ഇപ്പോൾ 20ഓളം വ്യാപാര സ്ഥാപനം ഒലിച്ചുപോയി, 68ഓളം വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാതായി. അപ്പോൾ ഈ സ്ഥാപനങ്ങളിലൊക്കെ ഒരുപടി ജീവനക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കുടുംബങ്ങളും ഒരുപാട് കച്ചവടക്കാർ മരണപ്പെട്ടു. ഏകദേശം 9 കച്ചവടക്കാർ മരണപ്പെട്ടു. ആ കച്ചവട സ്ഥാപനത്തിലുള്ള 2 ജീവനക്കാരും മരണപ്പെട്ടതായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ അനൗദ്യോഗികമായിട്ട് നമുക്ക് കിട്ടിയ കണക്ക്. ഇനിയും കണക്കുകൾ പലതും പുറത്തു വരാനുണ്ട്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കച്ചവടക്കാർ പുനരധിവസിപ്പിക്കണം. അവർക്കെല്ലാം ഈ സമൂഹത്തിൽ ഈ മേപ്പാടിയുടെ ഒരു ഭാഗം തന്നെയാണ് ചൂരൽമല. മേപ്പാടി എന്ന് പറയുന്ന ടൗണ് ഉണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ ചൂരൽമല അങ്ങാടിയും ഈ നെല്ലിക്കാപ്പ് ഈ മുണ്ടക്കൈ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ ഈ വ്യാപാര സ്ഥാപനങ്ങൾ വലിയ വലിയ ബാധ്യതകളുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ്. കുറേ അവശേഷിക്കുന്ന വീടും കൂടിയും നഷ്ടപ്പെട്ട ഒരുപാട് വ്യാപാര സ്ഥാപനമുണ്ട്. അവരുടെ ലോണുകൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ വീടുകളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്, ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനോട് പറയുന്നത്, ഈ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്ത് തന്നെ കൊളവയലിൽ ഒരു 67 ഏക്കർ ഭൂമി ഗവൺമെൻറ് ഭാഗത്തുണ്ട്. എവിടെയാണ്? കൊളവയൽ എന്ന സ്ഥലത്ത് 60 ഏക്കർ ഭൂമിയുണ്ട്, വാര്യാട് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഭൂമി. ആ ഭൂമിയിൽ ഇവരെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ട് ഇവരെ മുഴുവൻ ഒരു ടൗൺഷിപ്പാക്കി മാറ്റണം എന്ന് തന്നെയാണ് ഞങ്ങൾ അവരെ പുനരധിവസിപ്പിക്കണം. അതിന് വളരെ സ്പീഡായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഈ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഏകദേശം 100ഓളം വ്യാപാര സ്ഥാപനങ്ങളും ഉണ്ട്. അവർക്കും ഇനി അങ്ങോട്ട് അവിടെ കച്ചവടം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി അങ്ങോട്ടുള്ളത്. അവരെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ ഇല്ലാതായി പോയല്ലോ, അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ഞങ്ങൾ ഈ വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമല്ലല്ലോ, അവിടെ ഒരു നല്ലൊരു വിഭാഗം ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ ജനങ്ങൾ ഇല്ലാതെ ആയി പോയതോടുകൂടി തന്നെ ആ ജനങ്ങൾക്ക് ഈ വ്യാപാര സ്ഥാപനങ്ങളായിട്ടുള്ള ബന്ധം അഭേദ്യമാണ്. ഈ വ്യാപാര സ്ഥാപനങ്ങളായിട്ടുള്ള ആളുകളുമായിട്ട് ഒന്നിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് പരസ്പരം കെട്ടിപ്പിടിക്കുന്ന ആസ്പത്രിയിൽ നിന്ന്, ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സജീവമായ, അവർക്കില്ലാത്ത ആനുകൂല്യം അവർക്ക് ഒരിക്കലും കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് ഇതുവരെ കഴിഞ്ഞ കാലങ്ങൾ പറഞ്ഞത്. ഈ പല ദുരന്തങ്ങളിലും വ്യാപാരികൾക്കൊരു ഒന്നും കിട്ടിയിട്ടില്ല, കാൽക്കാശിൻ്റെ ഗുണം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷം മാറണം. സ്ഥിതിവിശേഷം ഈ ചൂരൽമല അങ്ങാടിയിലെ പൂർണ്ണമായി ഇല്ലാതായതുകൊണ്ട് ആ സ്ഥിതിവിശേഷം മാറാനുള്ള സംവിധാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തട്ടെ.